ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ലാഭകരവും ജനപ്രിയവുമായ ഒരു കാർഷിക സംരംഭമാണ്. ഈ വീഡിയോയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ രീതികൾ, പരിചരണം, നന, പോഷകങ്ങൾ, വിളവെടുപ്പ് എന്നിവ വിശദമായി വിവരിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് 20 മുതൽ 35 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയുള്ള ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായി വളരുന്നു. 40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയോ 10 ഡിഗ്രി സെന്റിഗ്രേഡിന് താഴെയുള്ള താപനിലയോ ഒഴിവാക്കണം. മണ്ണിൻ്റെ pH 6-7 ഉള്ള നല്ല നീർവാഴ്ചയുള്ള ജൈവവസ്തുക്കൾ അടങ്ങിയ മണ്ണാണ് ഉത്തമം. കളിമണ്ണ്, എക്കൽ മണ്ണ് അല്ലെങ്കിൽ മണൽ കലർന്ന മണ്ണ് എന്നിവ അനുയോജ്യം. മിതമായ ജലസേചനം ആവശ്യമാണ്. അമിത ജലസേചനം വേരുചീയലുണ്ടാക്കാം. ദിവസവും 6 മുതൽ 8 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യം. ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണയായി കട്ടിംഗ് വഴിയാണ് പ്രചരിപ്പിക്കുന്നത്. 30-40 സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യമുള്ള തണ്ടുകൾ തിരഞ്ഞെടുക്കാം. വിത്ത് വഴിയുള്ള പ്രചരണവും സാധ്യമാണ്, പക്ഷേ സമയമെടുക്കും. ചുവപ്പ്, മഞ്ഞ, വെള്ള തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങൾ ലഭ്യമാണ്. പ്രാദേശിക കാലാവസ്ഥയ്ക്കും വിപണി ആവശ്യത്തിനും അനുയോജ്യമായ ഇനങ്ങൾ, ഉദാഹരണത്തിന് വിയറ്റ്നാമീസ് വൈറ്റ്, നാച്ചുറൽ മിസ്റ്റിക് എന്നിവ തിരഞ്ഞെടുക്കാം. കട്ടിങ്ങുകൾ 2-3 ദിവസം തണലിൽ ഉണക്കിയ ശേഷം നടാം. ഇത് വേര് പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇനി നടീൽ സമയം നോക്കാം. മഴക്കാലത്തിൻ്റെ തുടക്കം, അതായത് ജൂൺ ജൂലൈ, അല്ലെങ്കിൽ മഴക്കാലത്തിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടീൽ അനുയോജ്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ക്ലൈംബിംഗ് കാക്ടസ് ആയതിനാൽ താങ്ങ് നിർമ്മാണം അത്യാവശ്യമാണ്. കോൺക്രീറ്റ് അല്ലെങ്കിൽ തടി തൂണുകൾ 1.5 മുതൽ 2 മീറ്റർ ഉയരം ഉള്ളവ ഉപയോഗിക്കാം. തൂണിന് ചുറ്റും 3-4 തൈകൾ വീതം നടാം. തൂണുകൾ തമ്മിൽ 2-3 മീറ്റർ അകലം. കുഴി 45x45x45 സെന്റിമീറ്റർ തയ്യാറാക്കി 5 മുതൽ 10 കിലോ ജൈവവളം, 100 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 50 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ ചേർക്കുക. തൈയുടെ അടിഭാഗം 5 മുതൽ 10 സെന്റിമീറ്റർ ആഴത്തിൽ മണ്ണിൽ വെച്ച് മൂടണം. തൈകൾ തൂണിനോട് ചേർത്ത് കെട്ടിവെക്കുക. ജലസേചനം ആദ്യ 6 മാസം 3-4 ദിവസം കൂടുമ്പോൾ നനയ്ക്കണം. മണ്ണ് ഈർപ്പമുള്ളതായിരിക്കണം, പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. പിന്നീട് വേനൽക്കാലത്ത് 5 മുതൽ 7 ദിവസം കൂടുമ്പോൾ നനയ്ക്കുക. ഇതിന് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നതും ഫലപ്രദമാണ്. അമിത ജലസേചനം ഒഴിവാക്കുക. മണ്ണിൻ്റെ നീർവാഴ്ച ഉറപ്പാക്കുക. ഓരോ 3 മാസത്തിലും 5 മുതൽ 10 കിലോ ചാണകം മരത്തിന് ചുറ്റും ചേർക്കുക. കമ്പോസ്റ്റ് ആയാലും മതി. ആദ്യ വർഷം ഓരോ 3 മാസത്തിലും 100 ഗ്രാം യൂറിയ, 200 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 100 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ ചേർക്കണം. 2-3 വർഷത്തിന് ശേഷം 4 ഘട്ടങ്ങളിലായി വളം നൽകുക. 10%, 10%, 30% പുഷ്പിക്കലിന് മുൻപ്, 20%, 40%, 25% ഫലമുണ്ടാകുമ്പോൾ, 30% വിളവെടുപ്പിന് ശേഷം. മൈക്രോ ന്യൂട്രിയൻറ്റുകൾ, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക് എന്നിവ അടങ്ങിയ ലായനികൾ 2-3 ആഴ്ച കൂടുമ്പോൾ തളിക്കുക. ചെടിയുടെ ചുവട്ടിൽ വളരുന്ന കളകൾ കൈകൊണ്ടോ കളനാശികൾ ഉപയോഗിച്ചോ നീക്കം ചെയ്യാം. വൈക്കോൽ, ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മണ്ണ് മൂടുന്നത് കള വളർച്ച കുറയ്ക്കും. മീലിബഗ് സോപ്പ് ലായനി അല്ലെങ്കിൽ നീം ഓയിൽ തളിക്കുക. മീലിബഗ് സോപ്പ് ലായനി അല്ലെങ്കിൽ നീം ഓയിൽ തളിക്കുക. ഫ്രൂട്ട് ഫ്ലൈ, മെഥിൽ യൂജിനോൾ ട്രാപ്പുകൾ ഉപയോഗിക്കുക. പുഴുക്കൾക്ക് കാർബറിൽ 0.1% ലായനി തളിക്കുക. ഇനി രോഗങ്ങൾ നോക്കാം. വേരുചീയൽ, അമിത ജലസേചനം ഒഴിവാക്കുക. കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉപയോഗിക്കുക. ആന്ത്രാക്നോസ്, മാൻഗോസെബ് തളിക്കുക. ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കണം. മണ്ണിൻ്റെ നീർവാഴ്ച ഉറപ്പാക്കണം. വെട്ടിനിരത്തൽ ആദ്യ വർഷം തന്നെ അനാവശ്യ ശിഖരങ്ങൾ നീക്കം ചെയ്ത് തൈകളെ തൂണിന് മുകളിൽ വളരാൻ പരിശീലിപ്പിക്കണം. പിന്നീട് ഉണങ്ങിയതോ രോഗബാധിതമോ ആയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണം. പുഷ്പിക്കലിന് ശേഷം അമിതമായ ശിഖരങ്ങൾ നീക്കം ചെയ്യാം.
കട്ടിംഗ് വഴി നട്ട തൈകൾ 1-2 വർഷത്തിനുള്ളിൽ ഫലം തരും. പൂർണ്ണ വിളവ് 3-4 വർഷം കഴിഞ്ഞാണ് ലഭിക്കുക. പഴങ്ങൾ തിളക്കമുള്ള ചുവപ്പ്, മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറമാകുമ്പോൾ വിളവെടുക്കാം. പഴുത്ത പഴങ്ങൾ മൃദുവായിരിക്കും. പഴങ്ങൾ കത്രിക ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം മുറിക്കുക. 1 ഹെക്ടറിൽ 10 മുതൽ 15 ടൺ വിളവ് ലഭിക്കാം. ഇനി പാക്കിംഗ് നോക്കാം. വിളവെടുപ്പിന് ശേഷം പഴങ്ങൾ മൃദുവായ മെറ്റീരിയലുകളിൽ പൊതിഞ്ഞ് പെട്ടികളിൽ അടുക്കുക. 7 മുതൽ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനിലയിൽ 3-4 ആഴ്ച വരെ സൂക്ഷിക്കാം. ഈർപ്പം 85 മുതൽ 90% ആയിരിക്കണം. പ്രാദേശിക വിപണികൾ, സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വിൽക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് പോഷക സമ്പുഷ്ടമാണ്. 100 ഗ്രാമിൽ 60 കലോറി. വിറ്റാമിൻ സി, B1, B2, B3. ധാതുക്കൾ: ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് ദഹനത്തിന് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് പലപ്പോഴും സ്വയം പോളിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. തേനീച്ചകളോ കൃത്രിമ പോളിനേഷനോ ഉപയോഗിക്കാം. ഇനി നമുക്ക് സാമ്പത്തിക വശങ്ങൾ, ചെലവുകളും നോക്കാം. തൈകൾ, തൂണുകൾ, വളം, ജലസേചനം എന്നിവയ്ക്ക് ആദ്യ 1-2 വർഷം ചെലവ് വരും. 3-4 വർഷം മുതൽ 1 ഹെക്ടറിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കാം, വിപണി വില അനുസരിച്ച്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കുറഞ്ഞ പരിചരണത്തിൽ ഉയർന്ന വിളവ് നൽകുന്ന ഒരു കാർഷിക സംരംഭമാണ്. ശരിയായ തൈ തിരഞ്ഞെടുക്കൽ, മണ്ണ് പരിചരണം, ജലസേചനം, കള, കീട, രോഗ നിയന്ത്രണം എന്നിവ ശ്രദ്ധിച്ചാൽ ഗുണനിലവാരമുള്ള പഴങ്ങളും ലാഭവും ഉറപ്പാക്കാം.